ഹായ് ഓൾ. മലയാളി ഫ്രം ഇന്ത്യ. ഡയറക്റ്റഡ് ബൈ ഡിജോ ജോസ് ആന്റണി. ക്യൂന്, ജനഗണമന എന്നീ സിനിമകൾക്ക് ശേഷം അദ്ദേഹം സംവിധാനം ചെയ്യുന്ന മൂന്നാമത്തെ ചിത്രമാണിത്. ഇതിന്റെ റൈറ്റർ ഷാരിസ് മുഹമ്മദ്. അദ്ദേഹം തന്നെയാണ് ക്യൂനും ജനഗണമനയ്ക്കും സ്ക്രിപ്റ്റ് എഴുതിയത്. ഇതിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് നിവിൻ പോളിയാണ്. ആൽപ്പറമ്പിൽ ഗോപി. പിന്നെ ധ്യാനുണ്ട്. അദ്ദേഹത്തിന്റെ ക്യാരക്ടറിന്റെ നെയിം എനിക്ക് ഇഷ്ടപ്പെട്ടു, മൽഘോഷ്. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു പേര് കേൾക്കുന്നത്. പിന്നെ അനശ്വര രാജൻ, മഞ്ജു പിള്ള, ഷൈൻ ടോം ചാക്കോ, സലീം കുമാർ എന്നിവരുമുണ്ട്. ഈ സിനിമയെക്കുറിച്ച് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നോട്ട് എവരി വൺ കപ്പ് ഓഫ് ടീ. കാരണം ഈ സിനിമ ചർച്ച ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് മതവും രാഷ്ട്രീയവുമാണ്. ഒരു പൗരൻ എന്ന നിലയിൽ നമുക്ക് ചുറ്റും നടക്കുന്ന രാഷ്ട്രീയപരമായും സാമൂഹികവുമായ കാര്യങ്ങളെക്കുറിച്ച് നല്ല ധാരണ വേണം. അങ്ങനെ ധാരണ ഉള്ളവർക്ക് ഈ സിനിമ നല്ലോണം കണക്റ്റ് ആവും. അല്ലാത്തവർക്ക് ഈ സിനിമ ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല. ഈ സിനിമ നിവിൻ പോളിയുടെ ഒരു തിരിച്ചുവരവ് എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും അദ്ദേഹം നന്നായി ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫിൽ ഫുള്ള് ധ്യാനിനെ കാണിക്കുന്നുണ്ട്. നിവിൻ പോളിയുടെ ഫ്രണ്ട് ആയിട്ടാണ് ധ്യാൻ ഈ സിനിമയിൽ വരുന്നത്. അവർ തമ്മിൽ കുറെ കോമഡി സീൻസ് ഒക്കെ ഉണ്ട്. വലിയ കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഷൈൻ ടോം ചാക്കോ ഉണ്ട്. പുള്ളി ഒരു ചെറിയ റോളിലാണ് വരുന്നത്, പക്ഷെ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ക്യാരക്ടർ സെക്കൻഡ് ഹാഫിൽ വരുന്ന ഒരു പാകിസ്ഥാനി ക്യാരക്ടർ ഉണ്ട്. പുള്ളി അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഈ സിനിമയുടെ റൈറ്റർ ഷാരിസ് മുഹമ്മദ്. അദ്ദേഹത്തിന്റെ മുന്നത്തെ സിനിമ കണ്ടവർക്ക് അറിയാം അദ്ദേഹം പറഞ്ഞു പോകുന്ന പൊളിറ്റിക്സ്. അത് ഈ സിനിമയിലും അതേപോലെ വ്യക്തമായി കളിയാക്കലിലൂടെയും വിമർശനത്തിലൂടെയും പറഞ്ഞു പോകുന്നുണ്ട്. പിന്നെ ഈ സിനിമയിൽ GDP കുറിച്ച് പറയുന്നുണ്ട്, അദാനിയെ കുറിച്ച് പറയുന്നുണ്ട്, ബൈജൂസ് ആപ്പിന് പകരം ഷൈജൂസ് ട്യൂഷൻ സെന്ററിനെ കാണിക്കുന്നുണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. ഈ സിനിമയുടെ സെക്കൻഡ് ഹാഫ് ചിലപ്പോൾ ആടുജീവിതമായിട്ടും ക്ലൈമാക്സ് ചിലപ്പോൾ സൽമാൻ ഖാന്റെ ബജ്രംഗി ഭായ്ജാനുമായിട്ടൊക്കെ സാമ്യം തോന്നാം. ആൽപ്പറമ്പിൽ ഗോപിയെ ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയായിട്ടാണ് ഈ സിനിമയിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. പക്ഷെ ഞാൻ ഇതിനെ മറ്റൊരു തലത്തിലാണ് കാണുന്നത്. ഏത് രാഷ്ട്രീയ പാർട്ടി എടുത്താലും അതിൽ ആൽപ്പറമ്പിൽ ഗോപിയെ പോലുള്ളവർ ഉണ്ട്. അവർ പൊട്ടക്കിണറ്റിലെ തവളകളെ പോലെയാണ്. തനിക്ക് ചുറ്റുമുള്ളതാണ് റിയാലിറ്റി എന്ന് അവർ വിശ്വസിക്കുന്നു. പക്ഷെ ഒരിക്കൽ ആ കിണറിൽ നിന്നും പുറത്തു ചാടുമ്പോഴാണ് യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നത്. ഇത് തന്നെയാണ് സിനിമയുടെ സെക്കൻഡ് ഹാഫിൽ കാണിക്കുന്നത്. ശരിക്കും അറബിക്കഥ എന്ന സിനിമയിൽ ശ്രീനിവാസൻ ചെയ്ത മുകുന്ദൻ എന്ന ക്യാരക്ടറും ഈ സിനിമയിലെ ആൽപ്പറമ്പിൽ ഗോപിയും ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ്. അന്ധമായ വിശ്വാസത്തിൽ നിന്നും ജീവിതാനുഭവങ്ങളിലൂടെ പരിവർത്തനം ചെയ്യപ്പെട്ടവരാണ് ഇവർ രണ്ടുപേരും. ഈ സിനിമയുടെ സെക്കൻഡ് ഹാഫിൽ ആ പാകിസ്ഥാനി പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. മതം ഒരു രാഷ്ട്രത്തിന്റെ ഭരണഘടനയെ സ്വാധീനിച്ചാൽ ആ രാഷ്ട്രം നശിക്കും. അത് നിന്റേതായാലും എന്റേതായാലും. ഈ ഒരു ഡയലോഗ് ഈ സിനിമയിൽ വളരെ പ്രസക്തിയുണ്ട്. കൂടാതെ ഈ സിനിമ നമ്മളെ വല്ലാതെ ചിന്തിപ്പിക്കുന്നുണ്ട്. പിന്നെ ക്ലൈമാക്സിൽ ഒരു പെൺകുട്ടിയുടെ ഒരു സ്പീച്ച് ഉണ്ട്. അത് വളരെ മനോഹരമായിരുന്നു. പേഴ്സണലി എനിക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഈ സിനിമ എല്ലാവർക്കും കണക്ട് ആവണമെന്നില്ല. നിങ്ങളൊരു ജനഗണമന പ്രതീക്ഷിച്ച് വരികയാണെങ്കിൽ ചിലപ്പോൾ നിരാശയായിരിക്കാം. പിന്നെ സെക്കൻഡ് ഹാഫിൽ കുറച്ച് ലാഗ് ഉണ്ട്. പക്ഷേ ഓവറോൾ കണ്ടിരിക്കാവുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഓക്കെ, അടുത്തൊരു സിനിമയുടെ റിവ്യൂമായി വീണ്ടും വരാം. ടേക്ക് കെയർ, ബൈ ബൈ.